നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് നമുക്കറിയാം, നമ്മൾ ജനനം തെളിയിക്കുന്ന രേഖയാണ്. കഴിഞ്ഞ SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, പുതിയ പാസ്പോർട്ട് എടുക്കാൻ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ ജനനം തെളിയിക്കുന്ന രേഖ. അതിൽ വളരെ പ്രധാനപ്പെട്ട രേഖയാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്. എങ്ങനെയാണ് ജനന സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ തിരുത്തുക, കൂടുതൽ ഓഫീസുകൾ കയറി ഇറങ്ങാതെ എങ്ങനെ നമുക്ക് സ്വന്തമായി ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഇത് ചെയ്യാൻ വാട്സപ്പ് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനുമുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും നമ്മുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സർനെയിം കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലാതിരുന്ന് കഴിഞ്ഞാൽ അത് തെറ്റാണ്. നമുക്ക് തിരുത്തലിൽ നിർബന്ധമായും തിരുത്തണം. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ അടക്കമുള്ള പേരും മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഇല്ലാത്ത പക്ഷം അത് പിന്നീട് നമുക്ക് വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. പ്രത്യേകിച്ച് നമ്മുടെ SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്ന സമയത്ത്, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ജനന സർട്ടിഫിക്കറ്റ് എല്ലാ ആളുകളും ചെക്ക് ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ ജനനം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിച്ചിരുന്നത് പെന്നുകൊണ്ട് എഴുതിയ രൂപത്തിലുള്ള പഴയ ആളുകൾക്ക് പെന്നുകൊണ്ട് എഴുതിയ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. പിന്നീട് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഇപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഓൺലൈൻ വഴി പ്രിൻ്റ് എടുക്കുന്ന സമയത്താണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ മലയാളത്തിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമാണ് ഉണ്ടാവുക എന്നിങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. 1 ടൈം ആവശ്യമുള്ള സമയത്ത് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി 1 ടൈം സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക. അത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് അപ്രൂവൽ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഓൺലൈൻ വഴി മാത്രം തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. വെരിഫിക്കേഷന് ശേഷം കൂടുതൽ രേഖകൾ ആവശ്യമുണ്ടെങ്കിൽ അവർ അറിയിക്കുകയും അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് ഇങ്ങനെ രേഖകൾ സമർപ്പിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് പോയി ചെയ്യാൻ മടിയുള്ള ആളുകൾ, പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി ചെയ്യാൻ സൗകര്യമുണ്ട്. നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി തരുന്നതാണ്. ജനന സർട്ടിഫിക്കറ്റ് തിരുത്തി എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി തരുന്നതാണ്. ജനന സർട്ടിഫിക്കറ്റ് വിഷയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടക്കുന്ന എല്ലാ സേവനങ്ങളും ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ വഴി നിങ്ങൾക്ക് ചെയ്യാം. ജനന സർട്ടിഫിക്കറ്റ് തിരുത്തൽ, അതുപോലെ തന്നെ റേഷൻ കാർഡിലെ പേര് തിരുത്തൽ, കുട്ടികളെ പേര് ചേർക്കൽ, അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെടാം. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. അതിന് നമ്മൾ 29 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. 29 രൂപ നിങ്ങൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ വഴി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതാണ്. അതിനുശേഷം വാട്സപ്പിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ശരിയാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ജനന സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണെങ്കിൽ SC എന്നും അല്ലാത്ത ആളുകൾ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.